വിശ്വാസികൾ കാത്തിരിക്കുന്ന പുണ്യ ദിനങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ഏകാദശി. തങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും ഭഗവാൻ ഉത്തരം തരുന്ന നാളെന്ന് സങ്കല്പിച്ച് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന ദിനമാണ് ഗുരുവായൂർ ഏകാദശി. അത് ഈ വർഷം ഡിസംബർ 1 വരുന്നത്. ഏകാദശികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഗുരുവായൂർ ഏകാദശി. അതേക്കുറിച്ചുള്ള കുറച്ച് പ്രത്യേകതകളും ഐതിഹ്യങ്ങളും നമുക്ക് നോക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസങ്ങളിലൊന്നാണ് വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസം ആചരിക്കുന്ന ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നതും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയതും ഇതേ ദിവസമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചു ഭഗവാനെ തൊഴുതും വ്രതങ്ങളെടുത്തും ഒക്കെയാണ് വിശ്വാസികൾ ഏകാദശി ആചരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വൃശ്ചിക ഏകാദശി ദിവസം വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഇതേ ദിവസം തന്നെ 33 കോടി ദേവതകളും വിഷ്ണുവിനോടൊപ്പം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ ഒരു കാര്യം കൂടിയാണ്. ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ചാൽ രോഗശാന്തി, സാമ്പത്തിക നേട്ടം, ഐശ്വര്യം, മനഃശാന്തി തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. കുടുംബത്തിൻ്റെ ഐശ്വര്യവും വിഷ്ണുപ്രീതിയും ഈ വ്രതം വഴി വിശ്വാസികൾക്ക് ലഭിക്കും. ഗുരുവായൂർ ഏകാദശി നാളിൽ പൂർണ്ണമായും ഉപവസിക്കുകയാണ് ചെയ്യുന്നത്. അന്നേ ദിവസം അനുഷ്ഠിക്കുന്ന വ്രതങ്ങളും നേരുന്ന വഴിപാടുകളും ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും ആത്മാവിനൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം. ഐതിഹ്യം അനുസരിച്ച് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജ നടത്തിക്കൊണ്ടിരുന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. യഥാർത്ഥത്തിൽ ബ്രഹ്മാവിന് പൂജ നടത്തുവാനായി മഹാവിഷ്ണു നിർമ്മിച്ച വിഗ്രഹമായിരുന്നു ഇത്. കൈമറിഞ്ഞ് ഒടുവിൽ അത് ശ്രീകൃഷ്ണനിൽ എത്തുകയായിരുന്നു. ശ്രീകൃഷ്ണൻ വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ഗുരുവായ വാസുദേവനും വിഗ്രഹം ഇവിടെ എത്തിക്കുകയും ശിവന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്.